ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ PVC പൈപ്പും കാര്യങ്ങളൊക്കെ വയറിങ്ങിൻ്റെ അകത്ത് കൺസീൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൺസീൽ ചെയ്ത് വയർ ഉറപ്പിക്കുന്നു. വയർ വലിക്കാനായിട്ട് പൈപ്പുകൾ കാര്യങ്ങൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്, പൈപ്പുകൾ എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്, പല ടൈപ്പ് ഭിത്തികൾ വരാറുണ്ട്. അതായത് ചെങ്കല്ലിൻ്റെ ഭിത്തി വരാറുണ്ട്, പിന്നെ സോൾട്ടിൻ്റെ ഭിത്തി വരാറുണ്ട്, അതിൽ വയർ കട്ടകളുടെ ഇഷ്ടികളുടെ ഭിത്തി വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പൈപ്പുകൾ ഉറപ്പിക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ വയറിങ്ങിൻ്റെ പൈപ്പുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പൈപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 20 mm പൈപ്പുകളും 25 mm പൈപ്പുകളുമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പുകൾ നമ്മൾ ആദ്യമേ തന്നെ കൺസീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം എവിടേക്കാണോ വയറിങ് വേണ്ടത് അവിടെയെല്ലാം കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് ചെങ്കല്ലാണെങ്കിലും അതുപോലെ തന്നെ സോളിഡ് ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അത് കൺസീൽ ചെയ്ത് ഭിത്തിയുടെ അകത്ത് വയ്ക്കും. കൺസീൽ ചെയ്ത് ഭിത്തിയുടെ അകത്ത് വെച്ചതിന് ശേഷം ഈ പൈപ്പുകൾ നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് കാണാൻ സാധിക്കേണ്ട പൈപ്പുകൾ ഭിത്തിക്ക് പുറത്ത് വരാത്ത രീതിയിൽ ഭിത്തിയുടെ അകത്ത് വരാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പൈപ്പുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഉറച്ചിരിക്കണമെങ്കിൽ നമ്മൾ ആണി അടിച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആണി അടിച്ച് ടൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ആണി അടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആണി അടിക്കുമ്പോൾ ചരിച്ച് വേണം അടിക്കാനായിട്ട്. അതുപോലെ തന്നെ പൈപ്പുകൾ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോരാനും പാടില്ല. അതായത് പൈപ്പുകളിലേക്ക് നമ്മൾ ആണി അടിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതായത് പൈപ്പ് എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതായത് ഭിത്തിയോട് ചേർന്ന് തന്നെ പൈപ്പ് ഇരിക്കണം. അല്ലാതെ ഭിത്തിയുടെ അകത്ത് പൈപ്പ് വളരെ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ അനങ്ങുന്ന രീതിയിൽ നമ്മൾ ആണി അടിക്കാൻ പാടില്ല. ആണി അടിച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദ്യം ഉണ്ടാവും. മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പരിക്കൻ കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമല്ലോ, നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിങ് കറക്റ്റായിട്ട് ഉറച്ചിരിക്കണമെങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്ന പൈപ്പ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിങ് അവിടെ പൊട്ടി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. പൊട്ടി വീഴാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിങ് പുറത്തേക്ക് അത്ര ഏരിയേൻ്റെ പുറത്തേക്ക് പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിപ്പോഴല്ല നമുക്ക് മനസ്സിലാവുന്നത്, പിന്നീട് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മുടെ പൈപ്പുകൾ ഉറച്ചിരിക്കാത്ത ഏരിയകളിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മൾ പരിക്കൻ വെച്ച് അവരടിക്കും. അടിച്ചതിന് ശേഷം കൊലശ്ശേരി അത് അല്ലെങ്കിൽ വെച്ച് മിനുക്കുന്ന സമയത്ത് ആ ഒരു ടൈറ്റ് അവിടെ കിട്ടില്ല. ടൈറ്റ് കിട്ടാതെ ആകുമ്പോൾ പൈപ്പ് അതിൻ്റെ അകത്തിരുന്ന്, അതായത് ആണി അടിച്ച് ഉറക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം മാത്രം പൊട്ട് വീഴും. അതായത് ഒരു നൂൽപൊട്ട് പോലെ ഇങ്ങനെ വീഴും. അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എവിടേക്കാണോ ആ നൂൽപൊട്ട് വരുന്നത് ആ ഏരിയകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് പൈപ്പുകളെല്ലാം തന്നെ നമ്മുടെ ഭിത്തിയോട് ചേർത്ത് ഭിത്തിയുടെ അകത്ത് വരുന്ന നമ്മൾ ഉള്ളിൽ കുഴിച്ചിരിക്കുന്ന ആ ഏരിയകൾ ടൈറ്റ് ചെയ്തിരിക്കണം. അത് നമ്മൾ ആണി അടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് രണ്ട് രീതിയിലുള്ള ആണികളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്ന് കോൺക്രീറ്റാണ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതല്ലാതെ മെറ്റലിൻ്റെ, അതായത് മരത്തിലൊക്കെ അടിക്കുന്ന ആണി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചെങ്കല്ല് കാര്യങ്ങളിൽ കണ്ടോ, ഇത് അടിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ മരത്തിലടിക്കുന്ന ആണിയാണ് അടിച്ചിരിക്കുന്നത്. അത് മെറ്റലിൻ്റെ ആണിയാണ് അടിച്ചിരിക്കുന്നത്. ജിയുടെയൊക്കെ വരുന്ന സാധാ പട്ടിക ആണി എന്ന് പറയും, അതാണ് അടിച്ചിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 ഇഞ്ച് ഉപയോഗിക്കാം. ഇത്രയും അടിച്ച് ടൈറ്റ് ചെയ്താണ് ചെയ്യുന്നത്. കണ്ടോ, നാളെ ആണി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അത് നമ്മുടെ സാധാ പട്ടിക ആണി. ആ പൈപ്പ് ഒരിക്കലും പുറത്തേക്ക് തള്ളിപ്പോരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന ആണിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ആണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആണി അടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിച്ച് വേണം അടിക്കാനായിട്ട്. ചരിച്ചടിച്ച് ടൈറ്റ് ചെയ്താണ് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ പൊടിച്ച് പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ രണ്ട് രീതിയിൽ, ചില വീടുകളിൽ നമുക്കറിയാൻ പറ്റും, രണ്ട് രീതിയിലുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചെങ്കല്ലിൻ്റെ കല്ല് ഉപയോഗിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ സോളിഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ സോളിഡിൻ്റെ ഏരിയയാണ് വരുന്നത്. കണ്ടോ, അത് ആ ഏരിയയിൽ വരുന്ന ആ സിമെൻറ്റ് കട്ട, ആ കട്ടയിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ആണിയാണ് അടിച്ചിരിക്കുന്നത്. കാരണം അതിന് പട്ടിക ആണി, നമ്മുടെ മെറ്റലിൻ്റെ ആണി കോൺക്രീറ്റിൽ കട്ടയിൽ അടിച്ച് കയറ്റാൻ സാധിക്കില്ല. കാരണം ചില ആണികളാണെങ്കിൽ വളഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏരിയയിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ആണിയാണ് വാങ്ങിക്കേണ്ടത്. കോൺക്രീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ആണി വരുന്നുണ്ട്. തുരുമ്പെടുക്കാത്തതും അതുപോലെ തന്നെ ഹാർഡ് മെറ്റീരിയലുമാണ് കോൺക്രീറ്റ് ആണി വരുന്നത്. അതിന് വേണ്ടിയിട്ട് ആ സ്ട്രോങ് ആണി തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ ഏരിയകളിൽ നമ്മൾ അടിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ ആണി ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മൾ പട്ടിക ആണി, അതായത് നമ്മൾ മെറ്റലിൻ്റെ ആണി നമ്മൾ ചെങ്കലിൻ്റെ ഏരിയകളിലൊക്കെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ സാധാ നോർമൽ ലെവലുള്ള ആണിയായാലും മതി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പൈപ്പുകളുടെ എണ്ണം, അതായത് ഇപ്പോൾ കൂടി വന്നപ്പോഴേക്ക് 2 or 3 പൈപ്പ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ DBകളുടെ ഏരിയകളിൽ പൈപ്പിൻ്റെ എണ്ണം കൂടുതലുള്ള ഏരിയ ഉണ്ടാകും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. പൈപ്പിൻ്റെ എണ്ണം കൂടുതലുള്ള ഏരിയകളിൽ നമ്മൾ ആണി വെച്ച് ടൈറ്റ് ചെയ്താലും കുറച്ച് നേരം കഴിയുന്ന സമയത്ത്, കുറച്ച് നാൾ കഴിയുന്ന സമയത്താണെങ്കിലും അതൊരു വൈബ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, പരിക്കനടിക്കുന്ന സമയത്ത്, പ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ട് വീഴും. ആണി എത്ര ടൈറ്റ് ആണെങ്കിലും പൊട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പൈപ്പിൻ്റെ എണ്ണം കൂടുതലുണ്ട്. ഈ ഏരിയകളിലൊക്കെ അത്യാവശ്യം പൈപ്പിന് 4 പൈപ്പ് വരുന്നുണ്ട്, പൈപ്പിൻ്റെ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ
ഒന്നല്ലെങ്കിൽ നമുക്ക് കെട്ടുകമ്പി, അതായത് നമ്മുടെ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന കെട്ടുകമ്പി, അത് ജസ്റ്റ് ഇങ്ങനെ തലങ്ങും വിലങ്ങും പാവി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന രീതിയിൽ പാവി ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് മെഷ് ഉപയോഗിക്കാൻ കിട്ടും. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് മെഷ് വാങ്ങിക്കാൻ കിട്ടും. അതായത് മെറ്റലിൻ്റെ മെഷ് ഉണ്ട്, നമ്മുടെ ചെറിയ ചെറിയ നൂല് പോലെ ഇരിക്കുന്ന വേണ്ട ഈ ഏരിയകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഇതൊരു ഒരു നമ്മുടെ കെട്ടുകമ്പിയാണ് വലിച്ച് കെട്ടിയിരിക്കുന്നത്. കെട്ടുകമ്പി, ആ കെട്ടുകമ്പിക്കും പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷ് യൂസ് ചെയ്യാം. മെഷ് എന്ന് പറയുന്നത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് മെഷ് നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമേ പ്ലാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന പൈപ്പുകളുടെ എണ്ണം കൂടുതൽ വരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് ആണി അടിച്ചാലും മെഷ് ഇട്ടാൽ മാത്രമേ അവിടെ ഒരു പരിക്കനൊരു പിടുത്തം ഉണ്ടാവുള്ളൂ. കാരണം PVC മെറ്റീരിയൽ ആയതുകൊണ്ട് അവിടെ പൊട്ട് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ പൊട്ട് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പൊട്ടി ചിലപ്പോൾ പുറത്തേക്ക് വീഴാനുള്ള രീതിയിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മെഷ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ മെറ്റലിൻ്റെ മെഷ് അതിൻ്റെ മുകളിൽ കൊടുത്തതിന് ശേഷം മെഷ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് അതിൽ ഉറപ്പിച്ചതിന് ശേഷം അത് തേപ്പുകാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്തേക്ക് പരിക്കനടിക്കാവൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ബോക്സ് വെച്ചതിന് ശേഷം മുകളിൽ പൈപ്പുകൾ ഇറങ്ങുന്ന മുകളിലായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പരിക്കാൻ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ഉറപ്പിച്ചിരിക്കണം. കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ചെതൽ കാര്യങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്നാണ്, അതായത് നമ്മുടെ ഈ പൈപ്പിൻ്റെ ബാക്ക് സൈഡ് കറക്റ്റായിട്ടുള്ള അടച്ചിരിക്കുന്നതെങ്കിൽ ഈ ഏരിയയിൽ നിന്നാണ് ചെതൽ നമ്മുടെ ബോക്സിലേക്ക് സ്വിച്ച് ബോർഡിലേക്ക് വീഴാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട്, അതായത് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബോക്സിൻ്റെ മുകൾ വശം പൈപ്പുകൾ ഇറങ്ങിയിരിക്കുന്ന ഏരിയകളെല്ലാം തന്നെ പ്ലാസ്റ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പരിക്കൻ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ചെതലൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. സോളിഡ് ആകുമ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ചെങ്കല്ല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഇഷ്ടികയൊക്കെ ആണെങ്കിലും ചെതൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകൾ വശം കറക്റ്റായിട്ട് അടച്ചു കൊടുത്താൽ ചെതലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ബോക്സിലേക്ക് വരുന്നില്ല. പിന്നെ അടുത്തൊരു ഏരിയ വരുന്നതാണ് നമ്മുടെ ഇഷ്ടിക വരുന്നത്. ഇഷ്ടിക ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ പട്ടികാണി കയറണം നിർബന്ധമില്ല. ചില വയർ കട്ടകളൊക്കെ വരാറുണ്ട്, ഹൈ സ്ട്രോങ് ISA കട്ടകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നമ്മൾ ഇഷ്ടികയുടെ വീടാണ് വെക്കുന്നതെങ്കിൽ, ഇഷ്ടികയുടെ ചുടുകട്ടയുടെ വീടാണ് വെക്കുന്നതെങ്കിൽ അവിടെയും നമ്മൾ കോൺക്രീറ്റിൻ്റെ ആണി വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈപ്പ് അടിക്കുന്നത് എങ്ങനെയാണെന്ന്, പൈപ്പ് അടിച്ചതിന് ശേഷം ഭിത്തി പൊട്ടുവരാതെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത്. കാരണം വെച്ചാൽ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്താലേ ഉപകാരപ്പെടുന്ന ആളിലേക്ക് എത്തിച്ചേരുള്ളൂ. അത് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.